നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 points in an electrostatic field is the negative line integral of the electric intensity between the 2 points. അങ്ങനെ നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവാണ്. എന്താണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 points? ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിലെ 2 pointsലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് നെഗറ്റീവ് ലൈൻ ഇൻ്റഗ്രൽ ആയിരിക്കും. ലൈൻ ഇൻ്റഗ്രൽ എന്താണെന്ന് പഠിച്ചാൽ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ്? ലൈൻ ഇൻ്റഗ്രൽ ഈസ് ഇൻ്റഗ്രൽ ഓഫ് ഇ ഡി എൽ അല്ലേ? ഇൻ്റഗ്രൽ ഓഫ് ഇ ഡി എൽ അതാണ് ലൈൻ ഇൻ്റഗ്രൽ. ലൈൻ ഇൻ്റഗ്രലിൻ്റെ നെഗറ്റീവ് ആയിരിക്കും 2 pointsൽ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിലെ 2 pointsലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ലെറ്റ് എ ആൻഡ് ബി 2 points in a non-uniform electric field produced by certain distribution of charge. കുറച്ച് ചാർജ് ഞാനിവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. അപ്പോൾ നോൺ യൂണിഫോം ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡാണ്. ആ നോൺ യൂണിഫോം ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് ഫീൽഡിൽ 2 points എ ബി അങ്ങനെ 2 points നമ്മൾ കൺസിഡർ ചെയ്യുക. 2 points, ഈ 2 points കുറച്ച് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ അല്ലേ? നോൺ യൂണിഫോം ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡാണ് ഇവിടെ. അവിടെ 2 points ആണ് എ ആൻഡ് ബി. സപ്പോസ് ആൻ എക്സ്റ്റേണൽ ഏജൻറ്റ് മൂവ്സ് എ പോസിറ്റീവ് ചാർജ് ക്യൂ ഫ്രം എ ടു ബി. എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഏജൻറ്റ് എയിൽ നിന്ന് എ ടു ബിയിലോട്ട് ഒരു ചാർജിനെ മൂവ് ചെയ്തുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ഫോഴ്സൊക്കെ വർക്ക് ചെയ്യേണ്ടി വരും അല്ലേ? മൂവ് ചെയ്തുകൊണ്ട് പോവുകയാണ്. അറ്റ് എ സർട്ടൻ ഇൻസ്റ്റൻറ്റ്, ഒരു പ്രത്യേക ഇൻസ്റ്റൻറ്റിൽ ആ ക്യൂ എന്ന് പറയുന്ന ചാർജ് അറ്റ് സിയിലാണെന്ന് ഇരിക്കട്ടെ. സിയിലാണ് ക്യൂ എന്ന് പറയുന്ന ചാർജ് ഇവിടെ പൊസിഷൻ. എയിൽ നിന്ന് ബിയിലോട്ട് ആ ചാർജിനെ മൂവ് ചെയ്യുകയായിരുന്നു. ഇതൊരു നോൺ യൂണിഫോം ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡാണ്. എ ബി 2 points ആണ്. എയിൽ നിന്ന് ബിയിലോട്ട് ഒരു ചാർജിനെ മൂവ് ചെയ്ത് സിയിലെത്തി. ഒരു പ്രത്യേക ഇൻസ്റ്റൻറ്റിൽ സിയിൽ എത്തി. വേറെ ഇലക്ട്രിക്കൽ ഇൻറ്റൻസിറ്റി ഈസ് ഇ ഇൻ ദി ഡയറക്ഷൻ. അവിടെ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഉണ്ട്. അവിടുത്തെ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റിയുടെ ഡയറക്ഷനാണ് ഇങ്ങോട്ട്. അപ്പോൾ നമ്മൾ ഫോഴ്സ് പ്രയോഗിക്കേണ്ടത് ഇങ്ങോട്ടും. ചാർജിനെ മൂവ് ചെയ്യാൻ ഫോഴ്സ് പ്രയോഗിക്കുന്നത് ഇങ്ങോട്ടും. അപ്പം ഞാനിവിടെ ഒരു ഡി എൽ ലെങ്ത് കൺസിഡർ ചെയ്തു. ഓക്കെ, ദി ഇലക്ട്രിക് ഫോഴ്സ് ഓൺ ദി ടെസ്റ്റ് ചാർജ് ഈസ് ഇ ക്യൂ. ഇലക്ട്രിക് ഫോഴ്സ് എന്ന് പറയുന്നത് ഇ ക്യൂ ആണ്. ഇ ക്യൂ എന്ന് പറയുന്ന ഇലക്ട്രിക് ഫോഴ്സാണ് ഇതിനകത്ത് ടെസ്റ്റ് ചാർജിൽ നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇൻ ദി ഡയറക്ഷൻ ഓഫ് ഇ. ഇവിടെ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. ഇയുടെ ഡയറക്ഷൻ എങ്ങോട്ടാണോ അങ്ങോട്ട് തന്നെയാണ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ഇ ക്യൂ എന്ന് പറയുന്നൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണ്. യെസ്, നമ്മൾ ഇങ്ങോട്ടൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണ്. ദി ഇലക്ട്രിക് ഫോഴ്സ് ഓൺ എ ടെസ്റ്റ് ചാർജ് ഇ ക്യൂ ഇസ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ഇ. അതെന്താണെന്ന് പറയാമോ? ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡാണിത്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. ഒരു ടെസ്റ്റ് ചാർജ് ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നു. ആ ടെസ്റ്റ് ചാർജിൽ ഇലക്ട്രിക് ഫീൽഡ് കൊണ്ടൊരു ഫോഴ്സ് ഉണ്ട്. അതാണ് ഇ ക്യൂ. ഇ ക്യൂ ഈസ് ദി ഫോഴ്സ് ഡ്യൂ ടു ഇലക്ട്രിക് ഫീൽഡ് ഓൺ ദി ടെസ്റ്റ് ചാർജ്. നമ്മളിത് മൂവ് ചെയ്യണം. ഈ ടെസ്റ്റ് ചാർജ് മൂവ് ചെയ്യണമെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യണം. യെസ്, ദി എക്സ്റ്റേണൽ ഏജൻറ്റ് വുഡ് അപ്ലൈ ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് എഫ് ഓൺ ദി ചാർജ് ഇൻ ഓർഡർ ടു മൂവ് ഇറ്റ് വിത്തൗട്ട് ആക്സിലറേഷൻ. യെസ്, കുറച്ച് പോയിന്റ്സ് ഉണ്ട് അവിടെ, ശ്രദ്ധിച്ചോളണം. ഒന്നുകൂടെ ഞാൻ പറയാം. ഇതൊരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡാണ്. കുറച്ച് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡാണ്. നോൺ യൂണിഫോം ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡാണ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിലെ 2 points ആണ് എ ആൻഡ് ബി. എയിൽ നിന്ന് ബിയിലോട്ട് ഒരു ചാർജിനെ നമ്മൾ മൂവ് ചെയ്ത് സി എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഇൻസ്റ്റൻറ്റിൽ അറ്റ് എ സർട്ടൻ ഇൻസ്റ്റൻറ്റ് ലെറ്റ് ദി ചാർജ് അറ്റ് സി. The direction of electric field is this, and a force due to electric field is in the direction of electric field Q. Q എന്ന് പറയുന്ന ചാർജിൽ ഇലക്ട്രിക് ഫീൽഡ് കൊണ്ടുള്ള ഫോഴ്സ് ഇ ക്യൂ എന്ത് ചെയ്യുന്നുണ്ട്? ഉണ്ടാവുന്നുണ്ട്. ദി എക്സ്റ്റേണൽ ഏജൻറ്റ് ഷുഡ് ബി അപ്ലൈ എ ഫോഴ്സ് ഓപ്പോസിറ്റ് ടു ഇലക്ട്രിക് ഫീൽഡ്. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കണം. എങ്കിലാണത് ദി ചാർജ് വിൽ മൂവ്
വിത്തൗട്ട് ആക്സിലറേഷൻ, യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ചെയ്യുള്ളൂ, ആക്സിലറേഷൻ വരാൻ പാടില്ല. വിത്തൗട്ട് ആക്സിലറേഷൻ മൂവ് ചെയ്യണമെങ്കിൽ ഇക്ക് ഓപ്പോസിറ്റും ഈക്വലുമായിട്ടുള്ള ഒരു ഫോഴ്സ് വേണം ആ ചാർജിൽ നമ്മൾ എക്സ്റ്റേണൽ ഏജൻറ്റ് അപ്ലൈ ചെയ്യേണ്ടത്. ദെൻ വി ക്യാൻ സേ ദാറ്റ് ദി വർക്ക് ഡൺ ടു മൂവ് ദി ചാർജ് ഈക്വൽസ് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്, അതായത് FDL വർക്ക് ഡൺ. ദി ടോട്ടൽ വർക്ക് ഡൺ, എ ടു ബിയിൽ നിന്ന് ചാർജ് മൂവ് ചെയ്യാനുള്ള ടോട്ടൽ വർക്ക് ഡൺ ഈസ് ലൈൻ ഇൻറ്റഗ്രൽ ഓഫ് FDL, that is minus Q into A to B EDL, minus Q into Y. We know that F equals minus EQ, F equals minus EQ, then F equals minus EQ. അപ്പം മൈനസ് ക്യൂവിന് പുറത്തിട്ടുന്നേ ഉള്ളൂ. F equals minus EQ. So FDLന് പകരം നമ്മൾ എന്ത് ചെയ്തു, ഇൻസ്റ്റെഡ് ഓഫ് FDL വി സബ്സ്റ്റിറ്റ്യൂട്ട് ദി വാല്യൂ ഫോർ F, ദാറ്റ് ഈസ് മൈനസ് EQ. ഹിയർ ഈസ് E ആൻഡ് ഹിയർ ഈസ് മൈനസ് Q. Then we can say that integral of FDL is minus Q into line integral of EDL. Yes, the potential difference between the points. Potential difference between the points. Potential difference between the points A and B. അപ്പോൾ എയും ബിയും തമ്മിലുള്ള പൊട്ടൻഷ്യലുള്ള ഡിഫറൻസ് എന്തായിരിക്കും? വർക്ക് ഡൺ തന്നെയായിരിക്കും. ദാറ്റ് ഈസ് VAB. വർക്ക് ഡൺ തന്നെയല്ല, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ A to B ആണെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അറ്റ് B minus potential at B minus potential at A, that is work done per charge, WAB by Q. WAB is minus Q line integral of AB EDL divided by Q. Q cut ചെയ്തു പോയി. Then VAB, potential difference is a minus line integral of EDL. Prove ചെയ്തു. Potential difference between 2 points is the negative line integral of EDL എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. മനസ്സിലായില്ലേ? അപ്പോൾ ഒന്നുകൂടെ പറയാം, എന്താണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്? ഇവിടെ ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ കൊണ്ട് ഇതൊരു ഇലക്ട്രിക് ഫീൽഡാണ്. ഹിയർ ഈസ് ആൻ ഇലക്ട്രിക് ഫീൽഡ്. Let 2 points A and B. A charge is V moves a charge, a test charge from A to B. At a particular instant, let the charge be at C, where the direction of electric field is in this direction. Due to the electric field, a force EQ is produced at charge Q. To move the charge, we have to apply, the agent has to apply a force equal and opposite to the electric field to move the charge without any acceleration. Yes, then work done is FDL. To move the charge, the work done is FDL. The total work done is a line integral of FDL, A to B. Then we can say that F work done, FDL. What is F? F equals EQ. Then F equals minus EQ. So instead of F, we can substitute the value for F. That is minus EQ. Minus E minus Q. Okay. Then FDL is minus Q line integral of EDL. Potential difference between the point is work done per charge, work done by the charge. Then work done is minus Q by EDL divided by charge Q. Q cut by minus EDL. Then we proved that the potential difference between 2 points is the
നെഗറ്റീവ് ലൈൻ ഇൻറ്റഗ്രൽ ഓഫ് ഇ ഡി എൽ. നമ്മളത് പ്രൂവ് ചെയ്തു. ഓക്കെ, നമ്മൾ അടുത്ത് പ്രൂവ് ചെയ്യാൻ പോവാണ്. ഷോ ദാറ്റ് ദി ലൈൻ ഇൻറ്റഗ്രൽ ഓഫ് ദി ഇലക്ട്രിക് ഫീൽഡ് അലോങ് എനി ക്ലോസ്ഡ് പാത്ത് ഈസ് 0. ഒരു ക്ലോസ്ഡ് പാത്തിലെ ലൈൻ ഇൻറ്റഗ്രൽ എന്ന് പറയുന്നത് 0 ആണെന്ന്. ഇപ്പോൾ എ എന്ന് പറയുന്നൊരു പോയിന്റ്, ആ പോയിന്റിൽ നിന്ന് നമ്മളിങ്ങനെ ചാർജിനെ മൂവ് ചെയ്ത് ബി എന്ന് പറയുന്ന പോയിന്റിൽ കൊണ്ടുപോയി എന്നിട്ട് തിരിച്ച് അതിനെ ഇവിടെ കൊണ്ടുവന്നു. ക്ലോസ്ഡ് പാത്തായി എ ബി. കൺസിഡർ എ ക്ലോസ്ഡ് പാത്ത് എ സി ബി ഡി എ. എ സി ബി ഡി എ ഇസ് ദി ക്ലോസ്ഡ് പാത്ത്. എ സി ബി ഡി എ ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ്. ഈ ക്ലോസ്ഡ് പാത്ത് ഇലക്ട്രിക് ഫീൽഡാണ്. ലൈൻ ഇൻറ്റഗ്രൽ ഓഫ് ദി ഇലക്ട്രിക് ഫീൽഡ് ഇ. ലൈൻ ഇൻറ്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇ along the closed path. Closed line integral of E along the closed path ACBDA. ACBDA. ഇപ്പോൾ നമ്മൾ ഒരു സ്മോൾ എലമെൻ്റ് ഇങ്ങനെ എടുത്തു. ഡി എൽ എന്ന് പറയുന്ന എലമെൻ്റ് എടുത്തു. ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇതാണ്. തീറ്റ എന്ന് പറയുന്ന ആംഗിൾ ഇവിടെയുണ്ട്. ഡി എൽ എന്ന് പറയുന്നത് ലെങ്ത് എടുത്തു. ഓക്കെ, ഇനി നമുക്ക് ക്ലോസ്ഡ് പാത്തിൻ്റെ ലൈൻ ഇൻറ്റഗ്രൽ ACBDA ലൈൻ ഇൻറ്റഗ്രൽ, ക്ലോസ്ഡ് പാത്തിൻ്റെ ലൈൻ ഇൻറ്റഗ്രൽ EDL ഈക്വൽസ് integral of AB EDL along ACB. ഇപ്പോൾ ACB നിന്ന് ഒരു ഇൻറ്റഗ്രലാണ് ലൈൻ ഇൻറ്റഗ്രൽ, ഇങ്ങോട്ട് പോകുമല്ലേ ഇത്. അപ്പോൾ A to ബിയിലേക്ക് ഒരു ലൈൻ ഇൻറ്റഗ്രലാണ് EDL പ്ലസ് അടുത്തൊരു EDL കൂടിയുണ്ട്. എന്താണ് അടുത്ത ഇൻറ്റഗ്രൽ? B to A ഇങ്ങോട്ട് തിരിച്ചു വരുമല്ലേ. B to A along BDA. That is, this is equal to A to B. അങ്ങനെ തന്നെ ഇരിക്കട്ടെ, EDL. ബട്ട് A to B ഞാൻ തിരിക്കുവാണ്. അപ്പം എന്താണ്, ഈ A ഇവിടെ വന്നു, B ഇവിടെ വന്നു, ഇത് തിരിച്ചപ്പോൾ എന്താണ്, ഇതിൻ്റെ സൈൻ മാറുന്നു. ദാറ്റ് ഈസ് മൈനസ് സൈൻ വരുന്നു. കാരണം എന്താണ്, ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇങ്ങോട്ട്, അതുകൊണ്ടാണ് മൈനസ് സൈൻ വന്നത്. അപ്പം ഇങ്ങോട്ടല്ലേ വരുന്നത്, അതിനെ തിരിച്ചെഴുതുമ്പോൾ എന്താണ്, മൈനസ് വരും. ദാറ്റ് ഈസ് 0. ഹെൻസ് ദി ലൈൻ ഇൻറ്റഗ്രൽ ഓഫ് ദി ഇലക്ട്രിക് ഫീൽഡ് അലോങ് എനി ക്ലോസ്ഡ് പാത്ത് ഈസ് 0. സോ ദി ഇലക്ട്രിക് ഫീൽഡ് ഇൻ എ കൺസർവേറ്റീവ്. അപ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡ് ഒരു കൺസർവേറ്റീവ് ഫീൽഡിലാണ്. കാരണം എന്താണ്, ഈ ക്ലോസ്ഡ് പാത്തിൽ 0 ആണ്, ക്ലോസ്ഡ് പാത്താണ്. എങ്ങോട്ട് പോയി ഇതൊന്നും പ്രശ്നമല്ല. അതിൻ്റെ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. ഇനീഷ്യൽ പോയിന്റ് എ ആയിരുന്നു, ഫൈനൽ പോയിന്റ് എ ആയിരുന്നു. സോ ഇറ്റ് ഈസ് എ കൺസർവേറ്റീവ് ഫീൽഡ്. ദി ഇലക്ട്രിക് ഫീൽഡ് അലോങ് ദി ക്ലോസ്ഡ് പാത്ത് ഈസ് 0. Okay.